ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ട്വിൻ ജേർണിയിൽ സൈക്കിക് അറ്റാക്സ്, ബ്ലാക്ക് മാജിക്, ഇവിലൈ എന്നൊക്കെ പറയുന്നത് എന്താണെന്നും ഇങ്ങനത്തെ അറ്റാക്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഫീൽ ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഈ കാര്യങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെ ലെറ്റ് ഗോ ചെയ്യാമെന്നും മനസ്സിലാക്കാം. ആദ്യം സൈക്കിക് അറ്റാക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു ലിവിങ് ഓർ നോൺ ലിവിങ് ബീയിങ്ങിൻ്റെ എനർജി, അവരുടെ നെഗറ്റീവ് എനർജി നമ്മുടെ എനർജറ്റിക് ഫീൽഡിൽ ഇമ്പാക്റ്റ് ചെയ്യുകയോ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുകയോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ഇക്കാര്യങ്ങൾ, അതായത് ഇൻ പെർട്ടിക്കുലറായിട്ട് നമുക്കൊരു സൈക്കിക് അറ്റാക്ക് ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേജസിലും നമ്മൾക്ക് സൈക്കിക് അറ്റാക്സ് ഉണ്ടാവാറുണ്ട്. അതിന് കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ട്വിൻ ഫ്ലെയിംസിന് ഒരു ഹയർ പർപ്പസ് ആണ് ഉള്ളത്, അല്ലേ? എല്ലാവർക്കും അറിയാം ഇത്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ഹീലാകുമ്പോൾ, നമ്മുടെ കോൺഷ്യസ്നെസ് ഹീലാകുമ്പോൾ കളക്റ്റീവ്ലി നമ്മളുടെ ഉള്ളിലെ ആ ഒരു കോൺഷ്യസ്നെസ്സിനെ സ്പ്രെഡ് ചെയ്ത് എർത്തിൻ്റെ വൈബ്രേഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് കളക്റ്റീവ്ലി കോൺഷ്യസ്നെസ്സിനെ ഹീൽ ചെയ്യുകയും അസെൻഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഡാർക്ക് എനർജീസ് എന്താണെന്ന് മുമ്പോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ഒരു ഡാർക്ക് എനർജീസിൻ്റെ പർപ്പസ് വന്നിട്ട് ഈ ഒരു അസെൻഷനെ അതായത് അസെൻഷനെ നിർത്തുക, അതിനെ ഒരു ലോവർ എനർജീസിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരു പർപ്പസ് ആയിരിക്കും അവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും ഈ ഒരു സൈക്കിക് അറ്റാക്സ് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ആദ്യം ലിവിങ് ബീയിങ്സ് എന്ന് പറഞ്ഞുള്ളൂ, അതിൽ എങ്ങനെയാണ് നമുക്ക് സൈക്കിക് അറ്റാക്സ് വരുന്നതെന്ന് മനസ്സിലാക്കാം. ഇതിൽ മാക്സിമം നമ്മളുടെ ചുറ്റുമുള്ള ഫാമിലി, ഫ്രണ്ട്സ്, കൊലീഗ്സ് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാടിൽ ഉള്ള ലിവിങ് ബീയിങ്സിലൂടെ നമ്മളുടെ എനർജിക്ക് ആരാണോ മാച്ച് ആവാത്തത് അവരിലൂടെ നമ്മൾക്ക് സൈക്കിക് അറ്റാക്സ് ഉണ്ടാവാറുണ്ട്. അതല്ലാതെ നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളൊരു സോൾ ഫാമിലിയിലൊക്കെ ആഡ് ആവും, അല്ലേ? അറിഞ്ഞോ അറിയാതെ അത് നമ്മളുടെ വഴിയിലേക്ക് വരികയും നമ്മൾ അതിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. ആ ഒരു സോൾ, അതായത് ആ ഒരു ട്വിൻ ഫ്ലെയിം കമ്മ്യൂണിറ്റിയിൽ നിന്നും നമ്മൾക്ക് പലപ്പോഴും സൈക്കിക് അറ്റാക്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനെയാണെന്ന് പറയുകയാണ്. ആദ്യത്തേത് ഫാമിലി, ഫ്രണ്ട്സ്, കൊലീഗ്സ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ലിവിങ് ബീയിങ്സിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് അറ്റാക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ജേർണിയിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ അപ്പിയറൻസിൽ നല്ല മാറ്റം വരും. നമ്മൾ കാണാനൊക്കെ നന്നായിട്ട് മാറും. ഏജ് റിവേഴ്സ് ആയതുപോലൊക്കെ പലരും, അതായത് സ്റ്റാർ സീഡ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 20 ഇയേഴ്സിൻ്റെ ഒരു കുറവ്, അത്രയ്ക്കൊക്കെ ഒരു മാറ്റം നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ വരും, നമ്മളുടെ നേച്ചറിൽ മാറ്റം വരും, നമ്മുടെ ഇമോഷണൽ വെൽബീയിങ്ങിൽ മാറ്റം വരും, നമ്മുടെ പേഴ്സണാലിറ്റി, ഓവറോൾ പേഴ്സണാലിറ്റിയിൽ മാറ്റം വരും, ഗ്രോത്ത് നന്നായിട്ടുണ്ടാവും. അബണ്ടൻസ് ഒക്കെ വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ അറിഞ്ഞോ അറിയാതെയോ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്ലി പലരും ഇതിലേക്ക് ഒരു നെഗറ്റീവ് എനർജി, അതായത് ഒരു ജലസി ആയിരിക്കാം, ഒരു കമ്പാരിസൻ്റെ എനർജി ആയിരിക്കാം, അങ്ങനെ ഈ മാറ്റം വന്നു എന്നൊക്കെ വിചാരിക്കുന്നതായിരിക്കാം. ഏത് തരത്തിലുള്ള ഒരു നെഗറ്റീവ് തോട്ട് അവരുടെ ഉള്ളിൽ വന്നാലും അത് നമ്മളുടെ എനർജറ്റിക് ഫീൽഡിനെ ഇമ്പാക്റ്റ് ചെയ്യാറുണ്ട്. അത് സബ് കോൺഷ്യസ്ലി പോലും മേ ബി നമ്മളുടെ മുമ്പിൽ അവർ നമ്മളെ വളരെ ഒരു നല്ലൊരു പ്രശംസിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരിക്കാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡെങ്കിലും സബ് കോൺഷ്യസ്ലി അവർക്ക് കിട്ടാത്തത് നമ്മൾക്ക് കിട്ടി എന്നൊക്കെ ഒരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു പെട്ടെന്ന് ആ ഒരു എനർജി നമ്മൾക്ക് പിക്കാവുകയും അതൊരു സൈക്കിക് അറ്റാക്കിലേക്ക് മാറുകയും ചെയ്യും. അടുത്തതായിട്ട് അതായത് ലിവിങ് ബീയിങ്സിൽ തന്നെ ഇൻഡയറക്റ്റ്ലി എങ്ങനെയാണ് അറ്റാക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ, മേ ബി ഇവർ നമ്മളുമായിട്ട് ഡയറക്റ്റ്ലി ഒരു കോണ്ടാക്റ്റിലൊന്നും കാണില്ല. എന്നാൽ ഇതിനു മുമ്പ് പറഞ്ഞ ആ ഒരു ഡാർക്ക് ലൈറ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റിയുടെ ഹെൽപ്പോടെ നമ്മുടെ എനർജറ്റിക് ഫീൽഡിലേക്ക് കടന്ന് നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയാണ്. അതേതെങ്കിലും ഒരു തരത്തിൽ ആ ഒരു എനർജിയെ നമ്മളിലേക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ
ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് നമ്മൾക്കൊരു കർമ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് ആ ഓപ്പോസിറ്റ് പേഴ്സൺ, അതായത് ഓപ്പോസിറ്റ് സോൾ പോലും സെൻഡ് ചെയ്യണമെന്ന് അവർക്ക് തോന്നുകയും നമ്മൾക്ക് അത് ഇമ്പാക്റ്റ് ആവുകയും ചെയ്യുകയുള്ളൂ. അടുത്തതായിട്ട് നമ്മളുടെ ചുറ്റുമുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെ ഒരു ഗോസിപ്പിൽ എത്തപ്പെടുകയാണെങ്കിൽ സബ് കോൺഷ്യസ്ലി നമ്മൾ അവരുമായിട്ട് കോഡ്സ് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ സംസാരിക്കുന്ന ഒരാളോടും മേ ബി നമ്മൾ സംസാരിക്കുന്നില്ലായിരിക്കാം, നമ്മൾ ജസ്റ്റ് കേൾക്കുന്നേ ഉള്ളായിരിക്കാം, എങ്കിലും അവരുമായിട്ടും ഒരു കോഡ്സ്, നമ്മൾ സംസാരിക്കുന്ന എല്ലാവരുമായിട്ടും നമ്മൾ കോഡ്സ് കണക്ട് ചെയ്യാറുണ്ട്. എന്നാൽ ഇൻ പെർട്ടിക്കുലറായിട്ട് ഇവരുമായിട്ട് ഒരു നെഗറ്റീവ് കോഡായിരിക്കും നമ്മൾ കണക്ട് ചെയ്യപ്പെടുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ സംസാരിക്കുന്ന ഒരു മൂന്നാമത്തെ വ്യക്തി, അവരുമായിട്ട് നമ്മൾക്കൊരു നെഗറ്റീവ് കോഡ് അറിഞ്ഞോ അറിയാതെ അത്രയും നെഗറ്റിവിറ്റി ഉള്ള ഒരു തോട്ട് പാറ്റേണിലൂടെ ഒരു എനർജറ്റിക് കോഡ് നമ്മൾ കണക്ട് ചെയ്യുകയും മേ ബി ഒരു കോൺവെർസേഷൻ, ഈ ഒരു സംഭാഷണം നമ്മളൊരു 5 മിനിറ്റ് സംസാരിച്ചിട്ടുള്ളൂ, എന്നാൽ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മളുടെ ഉള്ളിൽ സബ് കോൺഷ്യസ്ലി അറിഞ്ഞോ അറിയാൻ നമ്മൾ തിങ്ക് ചെയ്യും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ അത് പിന്നെയും നമ്മുടെ എനർജറ്റിക് ഫീൽഡിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, ഇമ്പാക്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ മീനിങ്. അത് നമ്മളെ ഒരു ലോവർ എനർജിയിലേക്കാണ് തള്ളിവിടുന്നത്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും എല്ലാവരും പറഞ്ഞു തരുന്നത്. അടുത്തതായിട്ട് ട്വിൻ ഫ്ലെയിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ഈ ജേർണിയിൽ വരുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺസ് നന്നായിട്ട് കാണും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലുമൊക്കെ ആയിട്ടൊരു സോൾ കണക്ഷൻ തോന്നും നമുക്ക്. ഫ്രീക്വൻ്റായിട്ട് നമ്മൾ കോണ്ടാക്റ്റിലിരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയും നമ്മളൊരു കോഡ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇതല്ലാതെ എല്ലാ ട്വിൻ ഫ്ലെയിംസിൻ്റെയും എനർജി മാച്ച് ആവാറില്ല, മിസ്മാച്ച് വരാറുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു കോഡ് കണക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സോൾ കണക്ഷൻ തോന്നിയവരോട്, അത് കൗൺസിലേഴ്സിൻ്റെ അല്ല, നന്നായിട്ട് ഹീലായ ഹീലേഴ്സിൻ്റെ കാര്യമല്ല പറയുന്നത്, നോർമലായിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ്. നോർമലായിട്ടുള്ള സോൾസ് അവേക്കനിങ്ങിൽ വന്നിട്ട് ആ ഒരു ഇന്നർ വർക്കിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജുകളിലൂടെ ഗോ ത്രൂ ആയിക്കൊണ്ടിരിക്കുന്ന സോൾസിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളുടെ ജേർണിയെക്കുറിച്ച് പലപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്, എല്ലാവരും പങ്കുവയ്ക്കാറുണ്ട്, ഇത് തെറ്റായ കാര്യമല്ല. എന്നാൽ ഇവിടെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പങ്കുവയ്ക്കുന്നവർ അവരുടെ ജേർണിയുമായിട്ട് നമ്മുടെ ജേർണിയെ കമ്പയർ ചെയ്യുമ്പോൾ മേ ബി ഒരു മിനി യൂണിയൻ നടക്കുന്ന കാര്യം, ഒരു റീയൂണിയൻ്റെ ഇത് ഒക്കെ നമ്മൾ ഒരു പങ്കുവയ്ക്കുമ്പോൾ അവിടെ സബ് കോൺഷ്യസ്ലി പോലും അവരറിയാതെ പോലും ഒരു സെക്കൻഡെങ്കിലും അവിടെ നെഗറ്റീവായിട്ട് അവർ ആലോചിച്ചെങ്കിൽ ഇത് പിന്നെയും നമ്മളുടെ എനർജറ്റിക് ഫീൽഡിലേക്ക് അട്രാക്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ഡിസ്ബാലൻസിലേക്ക് വരികയും നമ്മൾ പലപ്പോഴും സൈക്കിക് അറ്റാക്സ് ഉണ്ടാവാറും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയെക്കുറിച്ച് കൂടുതലായിട്ട് ആരോടും ഡിസ്കസ് ചെയ്യരുത്. ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഡിവൈനുമായിട്ട് മാത്രം കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് അത്രയ്ക്കധികം ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നന്നായിട്ട്, അതായത് നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ തോന്നുന്ന ഒരു ഹീലറിൻ്റെ അടുത്തു നിന്ന് അഡ്വൈസ് എടുക്കുക എന്ന് പറഞ്ഞു തരാറുള്ളത്. ഇതല്ലാതെ നമ്മൾ പലപ്പോഴും പല ഗ്രൂപ്പ്സിലും യൂട്യൂബ്സിലൊക്കെ ഇരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഇന്നർ വർക്ക് ചെയ്യാതെ ഇരിക്കുന്ന ഒരു ട്വിൻ ഫ്ലെയിം ആയിട്ട് കോൺസ്റ്റൻ്റ്ലി നമ്മൾ, അല്ലെങ്കിൽ ഇതൊന്നും അല്ല, ഗ്രൂപ്പ്സ് ഒന്നും അല്ല, നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ എനർജറ്റിക്കലി പോലും നമ്മൾ ആരെങ്കിലും കുറിച്ച് ആലോചിക്കുകയാണ്, ഇതേ കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ ഇന്നർ വർക്കൊന്നും ശരിക്ക് ചെയ്യുന്നില്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കോഡ്സ് കണക്ട് ചെയ്യുകയും എനർജി ഡ്രെയിൻ ആവുകയും ഇവിടെ പിന്നെ ഒരു സൈക്കിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ പിന്നെയും നമ്മൾ ആ ഒരു ലൂപ്പോളിൽ തന്നെ ഇരിക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളുടെ എനർജി സക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആരുമായിട്ടും കൂടുതൽ കണക്ഷനിലിരിക്കാൻ നമുക്ക് പറ്റാത്തത് ഒരു സ്റ്റേജൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് നമുക്കൊരു പക്ഷേ ഒരു സൈക്കിക് അറ്റാക്ക് ഉണ്ട്, ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഇവിൽ ഐ എന്ന് പറഞ്ഞാൽ കണ്ണ് കിട്ടുക, അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സിംറ്റംസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം, നമുക്ക് ഉറക്കം വരില്ല, വന്നാലും പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളായിരിക്കും നമുക്ക് വരുന്നത്. രണ്ടാമത്തേത്, നമുക്ക് പലപ്പോഴും തലവേദന,
ഈ ഷോൾഡർ പെയിൻ, ഭയങ്കരമായിട്ട് ഈ പെടലിയൊക്കെ പെട്ടെന്ന് എന്തോ ഭയങ്കര ഒരു വേദന പോലെ, പിന്നെ പെട്ടെന്ന് എനർജി ഡ്രെയിൻ ആയതുപോലെ, ഒരു ശക്തിയില്ലാത്ത പോലെ, ഭയങ്കര ക്ഷീണം, എന്നാൽ ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരില്ല. ഇതൊക്കെ ഇതിൻ്റെ സിംറ്റംസ് ആയിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ടായിരുന്നു. അവേക്കനിങ്ങിലേക്ക് വന്നു കഴിയുമ്പം പതിയെ പതിയെ നിങ്ങളത് കുറച്ചുകൊണ്ട് വരികയാണ്. അഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളോ സ്മോക്കിങ്ങോ മാത്രമല്ല, നമ്മൾ ഏതൊരു കാര്യത്തിനും അറ്റാച്ച് ആവുന്ന അഡിക്ഷൻ തന്നെയാണ്. മേ ബി അത് ഒരു ചായ കുടിക്കുന്ന കാര്യമാവാം. അത് മേ ബി ഇതിനു മുമ്പ് ഒരു 5-6 പ്രാവശ്യം കുടിക്കുന്നവർ അത് പതുക്കെ പതുക്കെ 2 പ്രാവശ്യം 1 പ്രാവശ്യത്തിലേക്ക് കൊണ്ടുവന്നു, കുറച്ചു. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും സൈക്കിക് അറ്റാക്സ് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു കാര്യത്തിനോട് ക്രേവിങ് തോന്നുകയും ഔട്ട് ഓഫ് നോവെയർ നമ്മൾ പഴയ പോലെ തന്നെ ആ ഒരു അഡിക്ഷൻസിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. നമുക്കൊരു ക്ഷമയില്ലായ്മ തോന്നും. അതായത് അത്രയും നാളുള്ള നമ്മളുടെ എനർജിയിൽ പെട്ടെന്നൊരു മാറ്റമായിരിക്കും ഈ ക്ഷമയില്ലായ്മ. പെട്ടെന്ന് ദേഷ്യം വരും, ഡിപ്രഷൻ പോലെ തോന്നും, മൂഡ് സ്വിങ്സ് ഒക്കെ പെട്ടെന്ന് തോന്നും. നമുക്കൊരു സൂയിസൈഡൽ തോട്ട്സ് പോലും ഈ സമയത്ത് തോന്നാം. എന്നാൽ അറ്റ് ദ സെയിം ടൈം നമുക്കറിയാം ഇത് നമ്മുടെ എനർജി അല്ല, ഇത് എവിടുന്നോ നമ്മളുടെ എനർജി ഫീൽഡിൽ ഇത് ആരുടെയോ എനർജി ഇമ്പാക്റ്റ് ചെയ്തതാണ്, കൺട്രോൾ ചെയ്യുന്നതാണെന്ന് നമുക്ക് ഇൻഡ്യൂട്ടീവ്ലി നമുക്ക് മനസ്സിലാവും. എന്നാൽ അതിനെ പോലും നമ്മൾ വിശ്വസിക്കാൻ പലപ്പോഴും തയ്യാറാവാറില്ല. സൈക്കിക് അറ്റാക്സ് വരുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും എനർജി ഡ്രെയിൻ ആയിട്ടിരിക്കും. ഈ സമയത്ത് നമ്മൾ ഇന്നർ വർക്ക് ഒന്നും ചെയ്യാൻ കൂടുതൽ തോന്നില്ല, ചെയ്താലും കോൺസെൻട്രേഷൻ കിട്ടില്ല. ഈവൻ ചെയ്താൽ പോലും നമ്മൾക്ക് എല്ലായ്പ്പോഴും എനർജി ഡ്രെയിൻ ആയിട്ട് ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ ഒന്നും കാണില്ല. സോൾ പർപ്പസ് ഒന്നും ചെയ്യുന്നവരാണെങ്കിൽ പോലും ചെയ്യാൻ തോന്നാറില്ല ഈ ഒരു സമയത്ത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ലെറ്റ് ഗോ ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം മനസ്സിലാക്കുക, നമ്മളൊരു സ്പിരിച്വൽ ജേർണിയിലാണ്, ഒരു അസെൻഷൻ്റെ ജേർണിയിലാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഡിവൈൻ പവറിലാണ്, ദൈവത്തിലാണ്, ഭഗവാനിലാണ്. സോ എന്തൊക്കെ വന്നാലും ആ ഒരു ട്രസ്റ്റ് എല്ലായ്പ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ദൈവത്തിൻ്റെ മുകളിൽ ഉള്ള ആ ഒരു ട്രസ്റ്റ്, ആ ഒരു ലൈറ്റാണ് യൂണിവേഴ്സിൽ എല്ലാത്തിനേക്കാളും പവർഫുൾ എന്ന് വിശ്വസിക്കുക. മേ ബി ഈ ഒരു നിമിഷം നമ്മൾ ഇതിലൂടെയൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഇതിനൊക്കെ നമുക്ക് രക്ഷ നേടാനായിട്ട് ആ ഒരു പവറാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു തരത്തിലുള്ള കണ്ടീഷനിങ്ങും ഇല്ലാതെ സറണ്ടർ ചെയ്യുക, വിശ്വസിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ ഗോസിപ്പ് കൈൻഡ് ഓഫ് തിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ പലതരത്തിൽ ടെസ്റ്റുകളായിട്ട് നമ്മുടെ ലൈഫിൽ വരാം ജേർണിയിലുള്ളപ്പോൾ. അതിനെയൊക്കെയും നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് നിർത്താനായിട്ട് പഠിക്കുക. നമ്മൾക്ക് ആരോട് സംസാരിക്കുമ്പോഴും നമ്മൾ ഏതൊരു കാര്യത്തിൽ ചെയ്യുമ്പോഴും എല്ലായ്പ്പോഴും നമ്മളുടെ എനർജിനെ നമ്മൾ ഫീൽ ആവുക. അതായത് ആ എനർജിയിൽ വരുന്ന വ്യതിയാനങ്ങൾ. ഫോർ എക്സാമ്പിൾ, ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഹെഡേക്ക് വരുന്നു, അല്ലെങ്കിൽ ഡ്രെയിൻ ആവുന്ന പോലെ തോന്നുന്നെങ്കിൽ അവിടെ ഒരു ബൗണ്ടറി വെച്ചിട്ട് ആ ആളുമായിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പഠിക്കുക. അതായത് പലപ്പോഴും അത് നമ്മളുടെ ഫാമിലി മെമ്പർ ആകുമ്പോൾ നമുക്ക് അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസൊക്കെ വരാം. അപ്പോൾ ഇവിടെ ഡിറ്റാച്ച് ആവുക, നമ്മൾ സോൾ ജേർണിയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാനുള്ള കാര്യങ്ങൾ ദൈവമായിട്ട് തന്നെ വഴി കാണിച്ചു തരും. അടുത്തതായിട്ട്, എല്ലായ്പ്പോഴും ഒരു ഹൈ വൈബ്രേഷനിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക. മേ ബി ഇതൊക്കെ, ഈ കാര്യങ്ങളൊക്കെ, ഈ എനർജീസൊക്കെ നമ്മളെ താഴേക്ക്, നമ്മളെ ലോവർ എനർജീസിലേക്ക് ഡ്രാഗ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അതായത് റെഗുലർ മെഡിറ്റേഷൻസ് ചെയ്യുക, ഓറ സ്ട്രോങ് ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് മെഡിറ്റേഷൻസ്, ഗ്രൗണ്ടിങ് ഒക്കെ നമ്മുടെ ഓറ എപ്പോഴും സ്ട്രോങ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടുതലായിട്ട് നേച്ചുറൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് നല്ലതാണ്. ഓറ സ്ട്രോങ് ആണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യാറില്ല. ഡെയിലി ബേസിസിൽ ഓറ ലോക്ക് ചെയ്യുക. റേക്കിയൊക്കെ പഠിച്ചവരാണെങ്കിൽ അതിൽ ഓറ ലോക്ക് ചെയ്യാൻ, ക്ലെൻസിങ് ചെയ്യാനൊക്കെയുള്ള സിമ്പിൾസ് അടക്കമുണ്ട്. അതൊക്കെയും കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയും വരുമ്പോൾ. ഇതല്ലാതെ നമ്മൾ കുളിക്കുമ്പോൾ കല്ലുപ്പ് ഉപയോഗിക്കുക. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ, കല്ലുപ്പ് കുറച്ചൊന്ന് ഉപയോഗിച്ച് കുളിക്കുന്ന വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ അതൊക്കെ നമ്മളുടെ എനർജറ്റിക് ഫീൽഡിനെ, അതായത് ഓറയിൽ നിന്നുമുള്ള ക്ലെൻസിങ് സ്റ്റാർട്ട് ചെയ്യാനോ വളരെയധികം ഹെൽപ്ഫുള്ളാണ്.
മെയിനായിട്ടും ഫിയറിനെ റിലീസ് ചെയ്ത് കളയുക. ഏത് തരത്തിലുള്ള പേടിയാണ് നമ്മളുടെ ഉള്ളിൽ ഉള്ളത്, കാരണം നമ്മൾ വിശ്വസിക്കുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു യൂണിവേഴ്സൽ പവറിനെയാണ്. അപ്പോൾ അവിടെ വിശ്വസിക്കുമ്പോൾ, ആ ഒരു പവറിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്തിനാണ് പേടി? അപ്പോൾ ഈ പേടി സർഫേസിൽ വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെയും ഹീൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. വേർ യുവർ തോട്ട് ഗോസ് എനർജി ഫ്ലോസ് എന്നാണല്ലോ പറയുന്നത്. അതായത് നിങ്ങളുടെ തോട്ട് എവിടെയാണോ അങ്ങോട്ടാണ് എനർജി പോകുന്നത്, അല്ലേ? അപ്പോൾ എനിക്ക് നെഗറ്റീവ് അറ്റാക്ക് ഉണ്ടായി അല്ലെങ്കിൽ സൈക്കിക് അറ്റാക്ക് ഉണ്ടായി എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ പിന്നെയും നമ്മളുടെ എനർജി എവിടെയാണ് കൊടുക്കുന്നത്? ഈ നെഗറ്റിവിറ്റിക്ക്, ഈ സൈക്കിക് അറ്റാക്സിനൊക്കെയാണ്. സോ ഈ കാര്യങ്ങളെയൊക്കെയും ലെറ്റ് ഗോ ചെയ്യുക, അവെയർനെസ്സിലിരിക്കുക. ഒരു പക്ഷേ ഈവൻ ബ്ലാക്ക് മാജിക് അറ്റാക്ക് ഉണ്ടായെങ്കിൽ പോലും നമ്മൾ അതിലേക്ക് ആയല്ലോ, ഞാൻ ഇതിന് സൊല്യൂഷൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കേണ്ടതില്ല. ഇവിടെ ഞാനെന്ന് പറയുന്നത്, ആ ഒരു ഞാനിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഡിവൈൻ പവേഴ്സാണ് ഇവിടെ ആക്റ്റീവ് ആവുന്നതും ഈ ഒരു ജേർണിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന എനിക്ക് അത്രയും റോളില്ല. ഞാൻ സറണ്ടർ ചെയ്താൽ മാത്രമേ എനിക്ക് ഡിവൈൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഓട്ടോമാറ്റിക്കലി ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അത്രയും സറണ്ടർ സ്റ്റേജിൽ വരിക. അപ്പോൾ ലിവിങ് ബീയിങ്സിൻ്റെ കാര്യം പറഞ്ഞ് ഇതിനു മുമ്പ് നോൺ ലിവിങ് ബീയിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ല വീഡിയോയിൽ. സൊല്യൂഷൻസ് എല്ലാത്തിനും ഒന്ന് തന്നെയാണ് ഇതിനു മുമ്പ് പറഞ്ഞത്. നോൺ ലിവിങ് ബീയിങ്സിൻ്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതുകൂടെ പറഞ്ഞിട്ട് വീഡിയോ ക്ലോസ് ചെയ്യുകയാണ്. കാരണം അത് ഞാൻ പറയാൻ മറന്നുപോയി, അതുകൊണ്ട് ഇവിടെ ലാസ്റ്റിൽ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ നോൺ ലിവിങ് ബീയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജീവിക്കുന്നത് 3rd ഡയമെൻഷനിലാണ്, അതായത് എർത്തിലാണ്. 3D എന്ന് പറയും. ഇതിന് താഴേക്കും നമ്മൾക്ക് ഡയമെൻഷൻസ് ഉണ്ട്, അതായത് 1D 2D ഒക്കെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ലോവസ്റ്റ് ഡയമെൻഷൻസ് ആണ്. നമ്മൾ പണ്ടൊക്കെ കഥകളിൽ കേട്ടിട്ടില്ലേ പാതാളം എന്നൊക്കെ, അത് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെയുള്ള ഒരു ബീയിങ്സ് എന്ന് പറയുന്നത് ഡാർക്ക് എൻറ്റിറ്റീസ് എന്ന് പറയും. അതായത് നമ്മൾ പിശാച് എന്ന് പറയും, പ്രേതം, ഇതൊക്കെ നമ്മൾ കുഞ്ഞിലെ തൊട്ട് പല കഥകളിൽ കേട്ടിരിക്കുന്ന ആ ഒരു പേര് കൊടുത്ത കാര്യങ്ങളാണ് ഈ ഡാർക്ക് ലൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡാർക്ക് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. ഇവർ എല്ലായ്പ്പോഴും ഡാർക്ക്നെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എർത്തിൽ അതായത് 3Dയിൽ അങ്ങോട്ട് ഡാർക്ക്നെസ്സിനെ, അവരിലുള്ള അതേ ഡാർക്ക്നെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും അതിനെ ഇമ്പാക്റ്റ്, അവരുടെ ഉള്ളിലെ ഡാർക്ക്നെസ്സിനെ എല്ലാവരിലും ഇമ്പാക്റ്റ് ചെയ്യാനുമാണ് ശ്രമിക്കുന്നത്. അതായത് നമ്മൾ എത്രത്തോളം ഈ വൈറ്റ് ലൈറ്റിലേക്ക് അസെൻഡ് ആവാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഹയർ വൈബ്രേഷൻസിലേക്ക് അസെൻഡ് ആവാൻ ശ്രമിക്കുമ്പോൾ ഇവർ നമ്മളുടെ വൈബ്രേഷനെ ലോവർ വൈബ്രേഷനിലേക്ക് ഡിസെൻഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ കാരണം അത് അവരുടെ പർപ്പസ് മാത്രമാണ്. അപ്പോൾ നമുക്ക് സ്വപ്നങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ, ഭയങ്കര പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, ഉറക്കമില്ലായ്മയൊക്കെയും വരികയാണെങ്കിൽ മനസ്സിലാക്കുക ഇതേപോലത്തെ ഡാർക്ക് എൻറ്റിറ്റീസിൻ്റെ അറ്റാക്കാണ് അതെന്ന് മനസ്സിലാക്കുക. എന്നാൽ നമ്മൾ നന്നായിട്ടൊക്കെ ബാലൻസ്ഡ് ആണെങ്കിൽ ഇങ്ങനത്തെ എൻറ്റിറ്റീസിൻ്റെ അറ്റാക്ക് നമ്മളുടെ എനർജറ്റിക് ഫീൽഡിനെ ഇമ്പാക്റ്റ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇതിനുള്ള സൊല്യൂഷനും ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക. ഇനിയൊരു കാര്യം, നമ്മൾ കുഞ്ഞിലെ കേട്ട് വളർന്ന കഥകളിൽ എവിടെയൊക്കെയോ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഓരോ ക്യാരക്ടേഴ്സ് കിടപ്പുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് പലപ്പോഴും അതിലേക്ക് നമ്മളൊരു തോട്ട് കൊടുത്തിട്ട് നമ്മുടെ എനർജി കൊടുക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അവിടെ ഹീൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഇതിൽ സൈൻസ് ആൻഡ് സിംറ്റംസ് ഇനിയും മേ ബി ഓരോരുത്തർക്കും യൂണിക്കായിട്ട് ഇതല്ലാതെയും അനുഭവപ്പെടാവുന്നതാണ്. ഏറ്റവും വലിയ ഗൈഡ് നമ്മൾക്ക് ഈ ജേർണിയിൽ നമ്മുടെ ഇൻഡ്യൂഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു സൈക്കിക് അറ്റാക്ക് ഉണ്ടായെങ്കിൽ പോലും നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളൊരു ലോവർ എനർജിയിലാണ്, നിങ്ങളുടെ എനർജറ്റിക് ഫീൽഡിലേക്ക് ഇനി ഏതോ ഒരു എനർജീൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ അതൊക്കെ മനസ്സിലാക്കി, ആ ഒരു എനർജീനെ മനസ്സിലാക്കി, ആ ഒരു തോട്ടിനെ, നമ്മളുടെ എനർജിക്ക് നമ്മുടെ തോട്ടിന് ആ ഒരു വാലിഡേഷൻ കൊടുത്തിട്ട്
മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും ഡിറ്റാച്ചായി ഇരിക്കാനായിട്ട് എല്ലായ്പ്പോഴും ശ്രമിക്കുക. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയി, കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ്. ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി അറ്റ്യൂട്ട്മെൻറ്റിന്, ആകാശിക് റെക്കോർഡ് റീഡിങ്ങിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.